അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹുവേ, പ്രപഞ്ച സൃഷ്ടാവായ പടച്ചവനേ, ഭൂമിയിൽ എന്തെല്ലാം അനുഗ്രഹങ്ങൾ നീ ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ടോ അതിലെല്ലാം നീ ബർക്കത്ത് ചൊരിയണേ അല്ലാഹ്. സന്തോഷങ്ങൾ നിലനിർത്തണേ പടച്ചവനേ. അല്ലാഹുവേ, നീ സന്തോഷങ്ങൾ നിലനിർത്തണേ അല്ലാഹ്. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്ന ഒരു മഹത്തായ ദിക്റിനെ കുറിച്ചാണ്. അല്ലാഹുവിൻ്റെ അർശ് വരെ കുലുങ്ങി പോകുന്ന തരത്തിൽ നമ്മുടെ നാവുകൾ കൊണ്ട് ഒരു ദിക്ർ ചൊല്ലാൻ നമുക്ക് സാധിക്കുന്നതാണ്. നമ്മുടെ നാവിൽ നിന്ന് വരുന്ന മഹത്വമുണ്ട്. നമുക്കൊരു മരം പോലും കുലുക്കാൻ ശക്തിയുള്ളവരല്ല. നമുക്കൊരു പാറ കുലുക്കി അതിനെ ഒന്ന് ആട്ടാൻ പോലും ശക്തിയുള്ളവരല്ല. ഒരു ബിൽഡിങ്ങിനെ പോലും കുലുക്കാൻ നമുക്ക് ശക്തിയില്ല. ഒന്നിനെ നമുക്ക് കുലുക്കാൻ കഴിയുകയില്ല. ആകാശവും ഭൂമിയും എല്ലാം കൊണ്ടുപോയിട്ടാൽ, ഒരു ആകാശവും ഭൂമിയും മുഴുവനും കൊണ്ടുപോയിട്ടാൽ ഒരു പാരാവാരം പോലെ കിടക്കുന്ന കടലിൽ ഒരു മോതിരം ഇട്ടതുപോലെ എന്ന് പറയപ്പെട്ട അല്ലാഹുവിന്റെ അർശ് അത്രയും വലുതാണ്. അപ്പൊ അല്ലാഹുവിന്റെ അർശിന്റെ വലിപ്പം മനസ്സിലായോ? ആകാശവും ഭൂമിയും മൊത്തവും കൊണ്ടുപോയി അർശിനകത്തിട്ടാൽ ഒരു വിശാലമായി കിടക്കുന്ന കടലിനകത്ത് ഒരു മോതിരം ഇട്ടതുപോലെയുള്ള അത്രയും വലിയ അർശ് നമ്മുടെ ദിക്ർ ചെല്ലുമ്പോൾ അത് കുലുങ്ങി പോവുകയാണ്. കാരണം ആ ദിക്റിന്റെ മഹത്വം അതാണ്. മാത്രമല്ല, അത് ചെല്ലുന്ന നാവുകളുടെ മഹത്വം അതാണ്. ആ ദിക്ർ ചെല്ലുമ്പോൾ ആ നാവിന് വലിയ മഹത്വമുണ്ടായി മാറുന്നുണ്ട്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അത്ര ശക്തിയുള്ള ഒരു ദിക്റിനെയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ആ ദിക്ർ ചൊല്ലുകയും അതിനോടൊപ്പം എന്തെങ്കിലും അല്ലാഹുവിനോട് ഒരുപാട് ആവശ്യങ്ങളുള്ളവരാണ് നമ്മൾ. ആ ദിക്ർ ചൊല്ലുന്നതോടൊപ്പം എന്തെങ്കിലും ഒരാവശ്യം ചോദിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അർശിലെ കുലുക്കം കണ്ടിട്ട് മലക്കുകളോട് അല്ലാഹു പറയുന്നതാണ്, എന്റെ അടിമ ചോദിച്ച കാര്യം നിങ്ങൾ സാക്ഷി നിർത്തി ഞാൻ പറയുന്നു, അയാൾക്ക് ഞാൻ ചോദിച്ച കാര്യം ഞാൻ കൊടുക്കുക തന്നെ ചെയ്യും. അല്ലാഹു പറയുകയാണ്, അയാൾക്ക് ഞാൻ ചോദിച്ച കാര്യം കൊടുക്കുക തന്നെ ചെയ്യും എന്ന് അല്ലാഹു പറയുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു ദിക്ർ എവിടെയാണുള്ളത്? ഇതൊരു സ്ഥലത്ത് എഴുതി വെച്ചിട്ടുണ്ട്, മറ്റെവിടെയുമല്ല. ഇഷ്ടപ്പെട്ട സൃഷ്ടിയായ മലക്കുകളുടെ നേതാവായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചിറകിലാണ് ഇത് എഴുതി വെച്ചിട്ടുള്ളത്. അതാരാണ് കണ്ടത്? ബഹുമാനപ്പെട്ട ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ യഹൂദികൾ അപായപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ, മഹാനവറുകളെ യഹൂദികൾ അപായപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ, കൊല്ലാൻ നോക്കുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വന്ന് തന്റെ ചിറകിന്റെ അടിയിൽ ഒളിപ്പിച്ചു. ആർക്കും കാണാൻ പറ്റിയില്ല, ആർക്കും മഹാനവറുകളെ കാണാൻ പറ്റിയില്ല. കൂട്ടത്തിൽ ചതിച്ച ഒരു ശിഷ്യനെ, മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ചതിച്ച ഒരു ശിഷ്യനെ ഈസാ നബിയുടെ രൂപത്തിലാക്കുകയും ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമാണെന്ന് വിചാരിച്ച് യഹൂദന്മാർ ആ മനുഷ്യനെ അപായപ്പെടുത്തുകയും കൊന്നുകളയുകയും ആ മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ആകാശത്തേക്ക് ഉയർത്തുകയും സുരക്ഷിതനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചിറകിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷപ്പെടുത്തി എന്നുള്ളതാണ്. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ചിറക് കൊണ്ട് പൊതിഞ്ഞപ്പോൾ ചിറകിനടിയിലായിരിക്കുമ്പോൾ ചിറകിനടിയിൽ നിന്ന് ആ ദിക്ർ കാണുകയാണ്. അത് നോക്കി പഠിക്കുകയും ചെയ്തു. ഇത് നമുക്ക് പറഞ്ഞു തന്നത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. എന്നിട്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം കണ്ട ആ ദിക്ർ ഒരാൾ ചൊല്ലിയിട്ട് അല്ലാഹുവിനോട് ദുആ ചെയ്താൽ അല്ലാഹുവിന്റെ സൃഷ്ടിയായ അർശ് വരെ കുലുങ്ങി പോകുന്നതാണ്. കുലുങ്ങുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് പറയും, നിങ്ങൾ സാക്ഷി ചോദിച്ചത് ആ അടിമയ്ക്ക് നൽകുമെന്ന് അല്ലാഹു പറയുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. ബഹുമാനപ്പെട്ട ജാബിർ സാദിഖ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത ഹദീസിൽ ഈ സംഭവം പറയുന്നുണ്ട്. ആ മഹത്തായ ദിക്ർ ഏതാണ് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ? അല്ലാഹുമ്മ ഇന്നി أدعوك باسمك الواحد الأعز وأدعوك باسمك العظيم الوتر وأدعوك باسمك الكبير المتعالي الذي ثبت به أركانك كلها أن تكشف عني ما أصبحت وأمسيت فيه
اللهم إني أدعوك باسمك الواحد الأعز وأدعوك باسمك العظيم الوتر وأدعوك باسمك الكبير المتعالي الذي ثبت به أركانك كلها أن تكشف عني ما أصبحت وأمسيت فيه. اللهم إني أدعوك باسمك الواحد الأعز وأدعوك باسمك العظيم الوتر وأدعوك باسمك الكبير المتعال الذي ثبت به أركانك كلها أن تكشف عني ما أصبحت وأمسيت فيه. ഇതാണ് മഹത്തായ ദിക്ർ. ഈ ദിക്ർ നിങ്ങൾ കാണാതെ പഠിച്ച് ചൊല്ലി നോക്കൂ. അല്ലാഹു വലിയ അനുഗ്രഹങ്ങൾ ചെയ്യുന്നതാണ്. ഇതിന്റെ അർത്ഥം ഇതാ. അർത്ഥം, അല്ലാഹുവേ, തീർച്ചയായും നിന്നോട് ഞാൻ ചോദിക്കുന്നു, നിന്നെ ഞാൻ സഹായം ചോദിക്കുന്നു. പ്രതാപമുടയവനായ നിന്റെ പേരുകൊണ്ട്, വാഹിദ് എന്ന പേരുകൊണ്ട് ഞാൻ നിന്നെ വിളിക്കുന്നു. ഒറ്റയായ ഏകനായ ആര്യമായ നിന്റെ പേരുകൊണ്ട്, ഉന്നതനായ വലിയവനായ നിന്റെ ഇസ്മ കൊണ്ട് ഞാൻ ചോദിക്കുന്നു. എല്ലാ തൂണുകളും നിൽക്കുന്നത് നിന്റെ പേര് കൊണ്ടിട്ടാണ്. അതുകൊണ്ടാണ് എല്ലാ സമയത്തും സംഭവിക്കുന്ന വിഷമങ്ങളെ നീ എന്നിൽ നിന്നും നീക്കിത്തരണേ അല്ലാ. പറഞ്ഞതിന് ശേഷം മലയാളത്തിൽ നിന്റെ ആവശ്യങ്ങൾ പറയുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹു ഉത്തരം നൽകുന്നതാണ്. നമ്മൾ എന്ത് ചോദിച്ചാലും അല്ലാഹു ഉത്തരം നൽകുന്നതാണ്. അപ്പോൾ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇത്ര മഹത്തായ ഒരു ദിക്ർ നിങ്ങൾ ചൊല്ലുകയും പ്രപഞ്ചസൃഷ്ടാവായ അല്ലാഹുവിനോട് നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾ പറയുകയും ചെയ്യുക. അപ്പൊ ഈ ദിക്ർ ചൊല്ലുകയും ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാണ് നമ്മൾ. ഭവനങ്ങളില്ലാത്തവരുണ്ട്, രോഗികളുണ്ട്, അതുപോലെ മക്കളില്ലാത്തവരുണ്ട്, അതുപോലെ ദാരിദ്ര്യം കൊണ്ട് വലിയവരുണ്ട്, കടക്കാറുണ്ട്, അതുപോലെ ഗൾഫിൽ നിന്നിട്ട് നല്ല റാഹത്തായ ജോലിയില്ലാത്തവരുണ്ട്, കച്ചവടം നടക്കാത്തവരുണ്ട്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ മഹത്തായ ദിക്ർ ചൊല്ലിയിട്ട് നിങ്ങൾ അല്ലാഹുവിനോട് ചോദിച്ചാൽ അല്ലാഹുവിന്റെ അർശ് പോലും കുലുങ്ങിപ്പോകുന്ന മഹത്തായ ഒരു ദിക്റാണ്. ഈ ദിക്ർ ചൊല്ലിയതിനു ശേഷം നിങ്ങൾ അല്ലാഹുവിനോട് ചോദിച്ചാൽ ഖാലിഖായ റബ്ബ് സുബ്ഹാനഹു വ തആല നിങ്ങളുടെ മുറാദുകൾ അല്ലാഹു ഹാസിലാക്കുന്നതാണ്. അല്ലാഹുവേ, നിങ്ങൾ ഒരുമിച്ച് കൂടി നീ ഖബൂൽ ചെയ്യണേ പടച്ചവനെ, നീ സ്വീകരിക്കണേ അല്ലാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى ال سيدنا محمد. اللهم اغفر لنا ولوالدينا ولمشايخنا ولأساتذتنا ولأحبابنا ولأشائرنا ولقبائلنا ولجيراننا ولمن أحب وأحسن إلينا ولمن له حق علينا ولجميع أمة محمد صلى الله عليه وسلم. وقنا ربنا شر ما قضيت. اللهم اغفر لنا ولوالدينا ربنا وما كما ربونا صغارا. رحم راحمنا الله പ്രപഞ്ച പടച്ചവനെ, ഞങ്ങൾ ഈ പറഞ്ഞതും കേട്ടതും എല്ലാം ഒരു സാലിഹായ അമലാക്കണേ അല്ലാഹ്. ഇതെല്ലാം ഞങ്ങൾക്ക് രണ്ട് ലോകത്തും വിജയം കൈവരിക്കുന്നതാക്കണേ പടച്ചവനെ. അല്ലാഹുവേ, ഞങ്ങൾ പ്രിയപ്പെട്ടവർ പലരും മരണപ്പെട്ടു പോയി പടച്ചവനെ. അല്ലാഹുവേ, ഞങ്ങൾ പറഞ്ഞതും കേട്ടതെല്ലാം ഇതിന്റെ മിഥില സവാബ് ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടുകൂടെ ഖബറിലെത്തിക്കണേ പടച്ചവനെ. അവർക്കെല്ലാം നീ മാപ്പ് ചെയ്ത് കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗികളുണ്ട് പടച്ചവനെ, ഞങ്ങളുടെ രോഗങ്ങൾ ശുഭയാക്കണേ അല്ലാഹ്. ഖാലിഖായ തമ്പുരാനെ, ഞങ്ങളുടെ കൂട്ടത്തിൽ ഭവനങ്ങളില്ലാത്തവരുടെ പടച്ചവനെ, ഞങ്ങൾ ഇഷ്ടപ്പെട്ടതുപോലെയുള്ള ഭവനങ്ങൾ നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, എത്രയോ മക്കളവരുടെ ഭവനങ്ങളിൽ സാലിഹീങ്ങളായ ഇണകളെ കാത്തിരിക്കുന്ന പടച്ചവനെ, നീ അവരിലേക്ക് സാലിഹീങ്ങളായ ഇണകളെ നീ എത്തിക്കണേ പടച്ചവനെ. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ ജോലിയില്ലാതെ എത്രയോ പേരുണ്ട് റബ്ബേ, നീ ജോലി നൽകണേ റഹ്മാനായ റബ്ബേ, നീ ജോലി നൽകണേ അല്ലാഹ്. പടച്ചവനെ, നീ ജോലി നൽകണേ അല്ലാഹ്. അതുപോലെ റഹ്മാനായ റബ്ബേ, ഞങ്ങളുടെ കൂട്ടത്തിൽ ദാരിദ്ര്യം കൊണ്ട് വലയുന്നവരുണ്ട് റബ്ബേ, സമ്പത്തിന്റെ വഴികൾ വിശാലമാക്കണേ റഹ്മാനായ പടച്ചവനെ. അതുപോലെ റബ്ബേ, ഒരുപാട് ഉമ്മമാർ സഹോദരിമാർ ഞങ്ങളോട് കടമുള്ളവർ ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട് റബ്ബേ. പടച്ചവനെ, അവരുടെ കടങ്ങളെല്ലാം വീടാനുള്ള മാർഗം നീ നൽകണേ പടച്ചവനെ. സമ്പത്തിൽ വർധനവ് നൽകണേ അല്ലാഹ്. പടച്ചവനെ, അവരുടെയും ഞങ്ങളുടെയും എല്ലാ സമ്പത്തിൽ വർധനവ് നൽകണേ അല്ലാഹ്. അതുപോലെ ആയുസ്സിൽ വർധനവ് നൽകണേ പടച്ചവനെ. അതുപോലെ റബ്ബേ, ഞങ്ങളോട് എത്രയോ പേര് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. ഉസ്താദേ, മക്കളില്ലെന്ന് പറഞ്ഞു റബ്ബേ, സാലിഹീങ്ങളായ മക്കൾ അവർക്ക് നൽകണേ
അല്ലാ. സാലിഹീങ്ങളായ മക്കളെ നൽകണേ പടച്ചവനെ, സാലിഹീങ്ങളായ മക്കളെ നൽകണേ അല്ലാ. അതുപോലെ റഹ്മാനായ റബ്ബേ, ഞങ്ങളുടെ സഹോദരങ്ങൾ പലരും വിദേശ രാജ്യങ്ങളിലാണ് അല്ലാ. റബ്ബേ, ഞങ്ങളോടൊപ്പം ദിക്റുകൾ ചെല്ലുകയും എല്ലാ ദിവസവും രാവിലെ നിങ്ങൾ പ്രഭാത ദിക്ർ ചെല്ലുന്നുണ്ട്. ഈ ചാനലിലൂടെ പ്രഭാത ദിക്റുകൾ ചെല്ലുന്നുണ്ട് റബ്ബേ. ആ ദിക്റുകൾ ചെല്ലുന്ന എത്രയോ മുഅ്മിനീങ്ങൾ ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട് റബ്ബേ. അവിടെ പല മക്കളും വിദേശ രാജ്യങ്ങളിലാണ് അല്ലാ. അവർക്കെല്ലാം നീ സന്തോഷത്തോടെ സൗന്ദര്യത്തോടെ സമ്പത്തോടെ യാത്ര ചെയ്യാനുള്ള ഭാഗ്യം നൽകണേ പടച്ചവനെ. അതുപോലെ പ്രപഞ്ച സൃഷ്ടാവായ അല്ലാഹുവേ, ഞങ്ങളുടെ പ്രിയപ്പെട്ട പലരും വിദേശ രാജ്യങ്ങളിലാണ് അല്ലാ. അവരെല്ലാം നീ സർവ്വ ബുദ്ധിമുട്ടുകളിൽ നിന്നും ആപത്തുകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും വേദനകളിൽ നിന്നും കഷ്ടപ്പാടുകളിൽ നിന്നെല്ലാം രക്ഷപ്പെടുത്തി സന്തോഷത്തോടെ സൗന്ദര്യത്തോടെ സമ്പത്തോടെ യാത്ര ചെയ്യാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. റഹ്മാനായ റബ്ബേ, കാരുണ്യവാനായ പടച്ചവനെ, ഞങ്ങളുടെ കൂട്ടത്തിൽ കച്ചവടക്കാരുണ്ട് അല്ലാ. അവിടെ കച്ചവടത്തിൽ നീ ബർക്കത്ത് ചൊരിയണേ തമ്പുരാനെ. അവിടെ കച്ചവടത്തിൽ നീ ബർക്കത്ത് ചൊരിയണേ അല്ലാ. ഈ ഭൂമിയിൽ എന്തെല്ലാം അനുഗ്രഹങ്ങൾ നീ ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ടോ അതിലെല്ലാം നീ ബർക്കത്ത് ചൊരിയണേ അല്ലാ. അതിലെല്ലാം നീ ബർക്കത്ത് ചൊരിയണേ അല്ലാ. പടച്ചവനെ, തന്ന സമ്പത്തിൽ വർധനവ് നൽകണേ പടച്ചവനെ. തന്ന സന്താനങ്ങളിൽ നീ അനുഗ്രഹങ്ങൾ നൽകണേ അല്ലാ. നമ്മളെ മക്കൾ പഠിക്കുന്ന റഹ്മാനായ റബ്ബേ, ഒരു വിദ്യാഭ്യാസത്തിൽ പുരോഗതി നൽകണേ അല്ലാ. അലസതകളെ തൊട്ടവരെ കാക്കണേ അല്ലാ. ആകാശത്ത് നിറങ്ങുന്നതും ഭൂമിയിൽ നിന്ന് മുളയ്ക്കുന്നതുമായ സർവ്വ ആപത്തുകളെ തൊട്ടും വിപത്തുകളെ തൊട്ടും നീ അവരെയും ഞങ്ങളെയും കാക്കണേ അല്ലാ. പടച്ചവനെ, ഈ ഭൂമിയിൽ എന്തെല്ലാം അനുഗ്രഹങ്ങൾ നീ ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ടോ അതിലെല്ലാം നീ വർധനവ് നൽകണേ അല്ലാ. പടച്ചവനെ, നീ തന്ന ശരീരത്തിൽ ബർക്കത്ത് ചൊരിയണേ അല്ലാ. കിഡ്നി രോഗം, ഹാർട്ട്, ബ്രെയിൻ ട്യൂമർ, കുഷ്ഠം, ക്യാൻസർ പോലെയുള്ള പേടിപ്പെടുത്തുന്ന ഭയപ്പെടുത്തുന്ന രോഗങ്ങളിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ അല്ലാ. അല്ലാഹുവേ, മാരകമായ രോഗങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാ. മാരകമായ രോഗങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാ. പടച്ചവനെ, ഈ ഭൂമിയിൽ എന്തെല്ലാം അനുഗ്രഹങ്ങൾ നീ ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ടോ അതിലെല്ലാം നീ ബർക്കത്ത് ചൊരിയണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകളെല്ലാം നീ കാക്കണേ പടച്ചവനെ. അല്ലാഹുവേ, നീ കാക്കണേ റഹ്മാൻ. അല്ലാഹുവേ, ഞങ്ങൾ പറഞ്ഞതും കേട്ടതെല്ലാം ഒരു സാലിഹായ അമലാക്കി മാറ്റണേ അല്ലാ. ഇതെല്ലാം രണ്ട് ലോകത്തും വിജയം കൈവരിക്കുന്നതാക്കി നീ മാറ്റണേ അല്ലാ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അല്ലാഹുമ്മ ജംഅനാ ഹാദാ ജംഅൻ മർഹൂബാ വതഫറഖനാ മിൻ ബഅദിഹി തഫറഖൻ മഅസൂബാ. ولا تجعل فينا ولا منا ولا معنا شقيا ولا مطرودا ولا محروما. اللهم حبب إلينا الإيمان وزينه في قلوبنا وكره إلينا الكفر والفسوق والعصيان واجعل عاقبتنا رشدا. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. بحق صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم.